നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഒക്കെ ഓൾറെഡി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ബിരിയാണി റൈസ് ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്പീഡിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ കറുകപ്പട്ടയ്ക്കില്ല അതൊക്കെ ഒന്ന് പൊടിച്ചിടാം കേട്ടോ. ഒന്ന് ചതച്ചിടണമെങ്കിൽ ചതച്ചിടാം. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടായ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതായത് കുറേ ദിവസമായി ബിരിയാണി റൈസ് കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് വെച്ചിട്ടാണ്. പിന്നെ ഈ സ്പൈസസ് അല്ലാതെ കുറേശ്ശെ ഇടാം കേട്ടോ. മറ്റേ ഈ പെരിഞ്ചീരകമാണ് ഞാൻ കൂടുതലായിട്ട് ഇടാറ്. പെരിഞ്ചീരകം, പിന്നെ അതുപോലെ മറ്റേ ഇതൊക്കെ കരയാമ്പൂ, കറുകപ്പട്ട, അങ്ങനത്തെ ഏലക്കായ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡയും കൂടി ഒഴിച്ചു കൊടുക്കാം. സവോള ഉപയോഗിച്ചിട്ട് അതും കൂടി വെച്ചിടാം. അപ്പം ഞാനിവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് അരി കഴുകി തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നാണ് നമ്മൾ വെള്ളത്തിൻ്റെ കണക്ക്. അപ്പം ഞാൻ വേഗം വെള്ളം പോയിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ നെയ്യിൽ കിടന്നിട്ട് സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലിടണം. ഇനി അതും ആ നെയ്യും എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഇളക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കണേ മറ്റേ ചെറിയ മണി അരിയാണ് കേട്ടോ. ഇതിവിടെ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 ഗ്ലാസ് വെള്ളമുണ്ട്. അതിനിട്ട് ഈ അരി ഞാൻ കാണിച്ചുതരാം. അപ്പം ഇതാണ് നമ്മുടെ കുക്കറിൻ്റെ ഉൾഭാഗം കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ആയി വരണം. ഒന്ന് ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് ഇതായി വരട്ടെ, വയന്ന് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ അരി ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കേണ്ടത് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാരങ്ങ നീര് പിഴിഞ്ഞുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അരി ഒട്ടാതിരിക്കാനൊക്കെ നല്ലതാണ് നാരങ്ങ നീര്. പിന്നെ നമുക്ക് ഇതിലേക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് എപ്പോഴും കുറച്ച് അധികം ഇടേണ്ട വരും. അന്നാലാണ് നമുക്കത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പിടാം. കുറച്ചൊന്ന് മുതി നിൽക്കുന്നത്. പിന്നെ ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണം മല്ലിയില അരിയാം. പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് വറുത്തെടുക്കണം. അപ്പം അതൊക്കെ ചെയ്യും. നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മളൊരു വിസിലൊക്കെ വന്ന് നമ്മളിതേ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൈസിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് ചെറിയൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഒരു അടികെട്ടുള്ള ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും പരത്തി വയ്ക്കുന്നുണ്ട്. ഇനിയത്തെ നമ്മുടെ പരിപാടി ദമ്മടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കളർ ചേർത്തിട്ട് അവിടെ റൈസ് മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിങ്ങനെ കുറേശ്ശെ എല്ലായിടത്തേക്ക് ആക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലിടാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുക. പിന്നെ നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ എല്ലായിടത്തും ഒന്നാവുന്ന വിധത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഇങ്ങനെ ഓരോ തുള്ളികളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ലെയറാക്കിയിട്ട് അവസാനം നമ്മൾ നല്ല രീതിയിൽ മൂടി വെച്ചിട്ട് ഇതാക്കാണ് ചെയ്യാറ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഗ്യാസിൽ വയ്ക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസ്. അപ്പോൾ ധനുമോന് വേണ്ടിയിട്ട് ഞാനത് പകർത്താണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളയും മഞ്ഞ കളറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കിട്ടും. നല്ല ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.